ബിഭ്രദ്വേണും ജഠരപടയോ ശൃംഗവേത്രേ ച കക്ഷേ വാമേ പാണൗ മസൃണകബളം തത്ഫലാന്യങ്കുലീഷു തിഷ്ഠന്മധ്യേ സ്വപരിസുഹൃദോ ഹാസയന്നർമ്മഭിസ്വൈ സ്വർഗേ ലോകേ മിഷതി ബുഭുജേ യജ്ഞഭുക് ബാലകേളി. സൗന്ദര്യ സർവസ്വമായ കണ്ണൻ്റെ വനഭോജനത്തിൻ്റെ വാങ്മയ ചിത്രമാണ് ഈ ശ്ലോകത്തിൽ. വൃന്ദാവനത്തിൽ ഭഗവാൻ തൻ്റെ കൂട്ടുകാരുടെ നടുവിലായി നിൽക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ അരയിൽ തിരുകി, കാലിക്കോലും കുഴലും ഇടത് കക്ഷത്തിൽ വച്ച്, ഇടത് കയ്യിൽ മസൃണകബളം തയർ കൂട്ടി കുഴച്ച ഉരുള, ആ ഉരുള വെച്ച് വിരലുകളിൽ പലതരത്തിലുള്ള കൊണ്ടാട്ടങ്ങൾ ഒക്കെ ധരിച്ച് നിന്നുകൊണ്ട് തൻ്റെ ചുറ്റുമിരിക്കുന്ന കുട്ടികളോട് പല തമാശകളും പറഞ്ഞ് ആ ചോറുരുള ഭക്ഷിക്കുന്ന ഭഗവാൻ. ഈ ഭഗവാൻ യജ്ഞഭുക്കാണ്. യജ്ഞഭുക്ക് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. യാഗത്തിലെ ഹവിസ് സ്വീകരിക്കുന്നവൻ, യജ്ഞഭുക്കായ ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനാണ് സമസ്ത മര്യാദകളെയും ലംഘിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. സാധാരണ എഴുന്നേറ്റ് നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. അന്നത്തെ വളരെയധികം ആദരവോടുകൂടി കണ്ട് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഇവിടെ ഭഗവാൻ തിഷ്ഠൻ, നിൽക്കുകയാണ്. വാമേ പാണൗ മസൃണകബളം എന്നാണ് പറഞ്ഞത്. ഇടത് കൈയിലാണ് ചോറുരുള. ഇടത് കൈയിൽ ചോറുരുള വയ്ക്കുമോ? ഇല്ല, വലത് കൈ കൊണ്ടാണ് നാം ഭക്ഷിക്കാറ്. പക്ഷെ ഇവിടെ ഭഗവാൻ ഇടത് കൈയിലാണ് ചോറുരുള വെച്ചിട്ടുള്ളത്. അപ്പോൾ സമസ്ത മര്യാദകളും ലംഘിച്ചാണ് ഭഗവാന്റെ നിൽപ്പ്. ഇത്തരത്തിലുള്ള ഭഗവാനെ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ് ദേവന്മാർ. എന്തൊരത്ഭുതം! ഈ പ്രാകൃതമായ രീതിയിൽ ഭഗവാൻ നിലകൊള്ളുകയാണല്ലോ. ഭഗവാന്റെ മനോഹരമായ നാടകത്തിന് ഒരു ഉദാഹരണം അതാണ് ഈ വനഭോജനം ചെയ്യുന്ന ഭഗവാന്റെ രൂപം.